എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ എതിരെയുള്ള രണ്ടാം T20 പരമ്പരയ്ക്ക് വേണ്ടിയാണ്. ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പഞ്ഞിക്കിട്ട ഇന്ത്യ റെക്കോർഡ് വിജയം സ്വന്തമാക്കിയിരുന്നു. രണ്ട് തുല്യശക്തികൾ തമ്മിൽ കൊമ്പുകോർക്കുമ്പോൾ മത്സരം തീപാറും എന്നത് ഉറപ്പാണ്. ആദ്യ മത്സരം തോറ്റ അഫ്ഗാനിസ്ഥാൻ എന്ത് വില കൊടുത്തും നാളത്തെ മത്സരം തിരിച്ചുപിടിക്കാൻ തന്നെയിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ നാളത്തെ ഇന്ത്യൻ ടീമിൽ സൂപ്പർ താരങ്ങളായ സഞ്ജു കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിലും ഇന്ത്യക്ക് തന്നെയായിരിക്കും വിജയസാധ്യത കൂടുതൽ. ഇപ്പോഴിതാ രണ്ടാം T20ക്ക് മുന്നോടിയായി നടന്ന പ്രീ മാച്ച് കോൺഫറൻസിൽ ഇന്ത്യക്ക് വെല്ലുവിളിയുമായി എത്തിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ സൂപ്പർ താരം റാഷിദ് ഖാൻ. മാധ്യമങ്ങളോടുള്ള അഭിമുഖത്തിൽ താരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യ മികച്ച ടീമാണ്. അവരുടെ നാട്ടിൽ പോയി അവരെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ നാളത്തെ മത്സരത്തിൽ ഞങ്ങൾക്ക് ജയം അനിവാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്ക് മുന്നിൽ ഞങ്ങൾക്ക് മുട്ടുകുത്തേണ്ടി വന്നിരുന്നു. ആദ്യ മത്സരം പോലെ ആയിരിക്കില്ല നാളെ ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. മികച്ച പ്ലാനോടും തന്ത്രങ്ങളോടും കൂടി ആയിരിക്കും ഞങ്ങൾ ഇന്ത്യക്കെതിരെ നാളെ ഇറങ്ങാൻ പോകുന്നത്. നാളത്തെ മത്സരം ജയിച്ച് പരമ്പര സമനിലയാക്കാൻ തന്നെയാണ് ഞങ്ങളുടെ പദ്ധതി. നാളത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് ഞങ്ങളുടെ മേൽ വിജയം നേടാൻ സാധിക്കില്ല. കാരണം നാളത്തെ മത്സരം ഞങ്ങൾക്ക് അത്ര വിലപ്പെട്ടതാണ്. ആദ്യ T20 പരമ്പരയിൽ എനിക്ക് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ നാളത്തെ മത്സരത്തിന് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങാൻ പോകുന്നത്. ടോസ് നാളത്തെ മത്സരത്തിലും നിർണായകം ആകുമെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ശ്രമിക്കും. ബാറ്റിംഗിലും ബൗളിംഗിലും മികച്ചവരാണ് ഇന്ത്യ. എന്നാലും നാളത്തെ ഞങ്ങളുടെ ബൗളിംഗിന് മുന്നിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ മുട്ടുകുത്തും എന്ന് ഉറപ്പാണ്. ഇന്ത്യ ഒന്ന് കരുതിയിരുന്നോളൂ. അടുത്ത രണ്ട് മത്സരവും ജയിച്ച് പരമ്പര ഞങ്ങൾ തന്നെ നേടുമെന്നും അഫ്ഗാൻ താരം റഷീദ് ഖാൻ വ്യക്തമാക്കി. നിലവിൽ ഇന്ത്യൻ ടീം മാരക ഫോമിലാണ് കളിക്കുന്നത്. സഞ്ജു കോഹ്ലി, ജയ്സ്വാൾ എന്നീ താരങ്ങൾ കൂടെ നാളത്തെ മത്സരത്തിലേക്ക് തിരിച്ചെത്തുന്നതോടെ ഇന്ത്യൻ ടീം കൂടുതൽ ശക്തിയാകും. എന്നാൽ പണ്ടത്തെ അഫ്ഗാൻ ടീമല്ല ഇപ്പോഴത്തേത്. റാഷിദ് ഖാൻ, നബി, സദ്രാൻ തുടങ്ങിയ വമ്പൻ താരങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ നാളെ ശ്രദ്ധിച്ചു കളിച്ചില്ലെങ്കിൽ അടിപതറും എന്ന് ഉറപ്പാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ നാളെ ഇന്ത്യക്കൊരു വെല്ലുവിളിയായി മാറുമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.